ദൈവനാമത്തിന് മഹത്വം. തിരുവെഴുത്തും പ്രവചനങ്ങളും അതുപോലെ ഇസ്രായേലും ജാതികളും എന്നീ 2 അധ്യായങ്ങളാണ് നാം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക്, ഇസ്രായേലും സഭയും എന്ന ഭാഗത്തേക്ക് നാം പഠനം പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ തന്നെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വചനത്തിലൂടെ നമ്മോട് ഇടപെട്ട ദൈവം, വചനം നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചതായിരിക്കുന്ന ദൈവം, വചനത്താൽ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ദൈവം ഇന്നും ആ നിലയിൽ നമ്മെ പരിഗണിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളും ആ നിലയിൽ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലും സഭയും എന്ന ഈ അധ്യായം, ഇവിടെ വ്യത്യസ്തങ്ങളാകുന്ന ചില വിഷയങ്ങൾ ആണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. പുതിയ നിയമസഭ എന്ന മർമ്മത്തെക്കുറിച്ച്, സഭ ആത്മീക ഇസ്രായേൽ, സഭ ദൈവത്തിൻ്റെ ഇസ്രായേൽ, ഇത്യാദി വിഷയങ്ങളൊക്കെ നാം പഠനവിധേയമാക്കുകയാണ്. പ്രാരംഭമായിട്ട് രണ്ട് പ്രയോഗങ്ങൾ ഇസ്രായേലും സഭയും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായിട്ട് നാം പരിഗണിക്കാൻ പോകുന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന്, ലോകസ്ഥാപനത്തിന് മുൻപേ, ലോകസ്ഥാപനം മുതൽ എന്നീ 2 പ്രയോഗങ്ങൾ. ഇസ്രായേലിനെക്കുറിച്ചും സഭയെക്കുറിച്ചും നാം ഒരുമിച്ച് പഠനം ആരംഭിക്കുമ്പോൾ, ഇസ്രായേലും സഭയും എന്ന വിഷയം നാം ഒരുമിച്ച് പഠിക്കുമ്പോൾ പ്രാരംഭമായിട്ട് നാം മനസ്സിലാക്കുവാൻ ആവശ്യമുള്ള 2 പ്രയോഗങ്ങളാണ് ഫ്രം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ആൻഡ് ഫ്രം ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുന്നമേ, ലോകസ്ഥാപനം മുതൽ. ഈ 2 പ്രയോഗങ്ങൾ കൊണ്ട് തിരുവെഴുത്ത് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഈ 2 പ്രയോഗങ്ങളിലൂടെ തിരുവെഴുത്ത് നാം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്രായേലും സഭയും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ, കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ 2 പ്രയോഗങ്ങളെക്കുറിച്ച്, ലോകസ്ഥാപനത്തിന് മുന്നമേ, ലോകസ്ഥാപനം മുതൽ, ഈ 2 പ്രയോഗങ്ങളും വളരെ കൃത്യമായി തന്നെ തിരുവെഴുത്ത് എന്ത് പഠിപ്പിക്കുന്നുവോ, തിരുവെഴുത്ത് എന്ത് വെളിപ്പെടുത്തുന്നുവോ ആ നിലയിൽ തന്നെ അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വളരെ ആവശ്യമാണ്. ഒന്നാമത്തേത്, ലോകസ്ഥാപനത്തിന് മുന്നമേ, ഫ്രം ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്. ലോകസ്ഥാപനത്തിന് മുന്നമേ. ഈ ലോകസ്ഥാപനത്തിന് മുന്നമേ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ, ബൈബിളിൽ 3 ഭാഗത്ത് മാത്രം കാണുന്ന പ്രയോഗമാണ്. അത് ദൈവസഭയോടും യേശുക്രിസ്തുവിനോടുമുള്ള ബന്ധത്തിലാണ് ഈ 2 പ്രയോഗങ്ങൾ തിരുവെഴുത്തിൽ. ഈ ലോകസ്ഥാപനത്തിന് മുന്നമേ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ അത് 3 ഭാഗത്ത് നമ്മൾ കാണുന്നു. ഈ 3 ഭാഗവും നമ്മൾ പരിശോധിച്ചാൽ ഈ 3 ഭാഗത്തും ദൈവസഭയോടും യേശുക്രിസ്തുവിനോടുമുള്ള ബന്ധത്തിലാണ് ലോകസ്ഥാപനത്തിന് മുന്നമേ എന്ന പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ലോകസ്ഥാപനം മുതൽ, ഫ്രം ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ 7 പ്രാവശ്യം 7 സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് ഇസ്രായേലിനോടും സഹസ്രാബ്ദ രാജ്യത്തോടും ബന്ധപ്പെടുത്തിയാണ് പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലോകസ്ഥാപനത്തിന് മുന്നമേ, ഫ്രം ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ 3 ഭാഗത്ത് തിരുവെഴുത്തിൽ, പുതിയ നിയമത്തിൽ നാം അത് കാണുന്നുണ്ട്. അത് 3ഉം നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ സഭയോടും യേശുക്രിസ്തുവിനോടുമുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളാണ്. എന്നാൽ അതേ സമയത്ത് ലോകസ്ഥാപനം മുതൽ, ഫ്രം ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഈ പ്രയോഗം 7 സ്ഥലത്ത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഈ 7 സ്ഥലവും നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേലിനോടും സഹസ്രാബ്ദ രാജ്യത്തോടും, 1000 ആണ്ട് വാഴ്ചയോടും ബന്ധപ്പെടുത്തിയാണ് ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗം നമ്മൾ കാണുന്നത്. നമുക്ക് അത് സംബന്ധമായ ചില വേദഭാഗങ്ങൾ പരിശോധിക്കുവാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുന്നമേ, ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഈ പ്രയോഗം കാണുന്ന 3 ഭാഗങ്ങളിൽ ഒന്നാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ 17:24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: പിതാവേ,
നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. അപ്പോൾ ഇവിടെ ഈ യോഹന്നാൻ 17:24 ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന പ്രയോഗം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിരിക്കുന്നതാണ്. നീ പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. ഇനി മറ്റൊരു പ്രയോഗം, മറ്റൊരു ഭാഗത്ത് നമ്മളത് കാണുന്നത്, മറ്റൊരു വാക്യം 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. 1 പത്രോസ് 1:20 നാം അതിങ്ങനെ വായിക്കുന്നു, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും. അതും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. 1 പത്രോസ് 1:20. ഇവിടെയും ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന പ്രയോഗം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ദൈവസഭയോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ ഉപയോഗം, ലോകസ്ഥാപനത്തിന് മുന്നമേ എന്ന മൂന്നാമത്തെ ഉപയോഗം, അത് ദൈവസഭയോട് ബന്ധപ്പെടുത്തിയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ, എഫേസ്യർ 1:4-5 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നാം ഇങ്ങനെ വായിക്കും. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്നൊരു വാക്യമാണ്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആണ് ആ പ്രയോഗം. നമ്മെ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ദൈവസഭയെയാണ്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുന്നമേ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവനും നിയോഗിക്കപ്പെട്ടവനുമാണ്. അതുപോലെ തന്നെ സഭ ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇത് ദൈവസഭയ്ക്ക് മാത്രം അവകാശപ്പെടുവാൻ സാധിക്കുന്ന ഒരു പ്രയോഗമാണ്. ഏത്? ലോകസ്ഥാപനത്തിന് മുന്നമേ തിരഞ്ഞെടുത്തു എന്നുള്ള അവകാശവാദം പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ മാത്രമാണ് നമുക്ക് അത് പറയുവാനായിട്ട് സാധിക്കുക. ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു പ്രയോഗം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അത് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം അത് ഉപയോഗിച്ചിരിക്കുമ്പോൾ 3 പ്രാവശ്യവും നമ്മൾ ആ വാക്യങ്ങൾ പരിശോധിച്ചാൽ 2 പ്രാവശ്യം യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും 1 പ്രാവശ്യം ദൈവസഭയോടുള്ള ബന്ധത്തിലുമാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗം, ഫ്രം ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനം മുതൽ, ഇത് ഞാൻ ഓർപ്പിച്ചാൽ 7 പ്രാവശ്യം 7 ഭാഗങ്ങളിലാണ് ഈ പ്രയോഗം നമ്മൾ കാണുന്നത്. ഞാൻ ആ വാക്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. മത്തായി സുവിശേഷം 13:35, മത്തായി 25:34, ലൂക്കോസിൻ്റെ സുവിശേഷം 11:50-51 വാക്യങ്ങൾ, എബ്രായ ലേഖനം 4:3, എബ്രായ ലേഖനം 9:26, വെളിപ്പാട് പുസ്തകം 13:8, 17:8. ഇങ്ങനെ 7 ഭാഗങ്ങളിലാണ് ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോകസ്ഥാപനം മുതൽ ഞാൻ ഓർപ്പിച്ചു, ഇസ്രായേലിനോടും സഹസ്രാബ്ദ രാജ്യത്തോടും ബന്ധപ്പെടുത്തിയാണ് ഈ പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ 1-2 വാക്യങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. 7 വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, വളരെ ഗൗരവമുള്ള ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഉപമകളിലൂടെ കർത്താവ് പ്രസ്താവിക്കുന്ന സമയത്ത് താൻ പറഞ്ഞൊരു വാക്കാണ്. മത്തായി സുവിശേഷം 13:35 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. 78-ാം സങ്കീർത്തനം 2-ാം ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്താ കർത്താവ് പറയുന്നത്? സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾ പ്രസ്താവിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും. ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും, അല്ലെങ്കിൽ ലോകസ്ഥാപനം മുതൽ ഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉപമകളിലൂടെ പ്രസ്താവിക്കും. അതാണ് അതിൻ്റെ ആശയം. ലോകസ്ഥാപനം മുതൽ ഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉപമകളിലൂടെ പ്രസ്താവിക്കും. ഈ 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 7 ഉപമകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഉപമകളെല്ലാം തന്നെ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, യേശുക്രിസ്തുവിൻ്റെ 1-ഉം 2-ഉം വരവുകൾക്കിടയിലുള്ള കാലം,
ഒന്നും രണ്ടും വരവുകൾക്കിടയിലുള്ള കാലഘട്ടത്തെ സംഭവ വികാസങ്ങളാണ് ഈ 7 ഉപമകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഉപമകൾ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിലാണ്. അല്ലെങ്കിൽ ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായു തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്രായേൽ ജാതിയോട് ബന്ധപ്പെടുത്തിയാണ് എന്ന് പറയുവാനുള്ള ഒരു തെളിവ് ആ 13-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. മത്തായി 13-ന്റെ 13 മുതൽ 15 വരെ. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കുകയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവൃത്തി വരുന്നു. അപ്പോൾ ഇത് ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഈ ഉപമകളൊക്കെ പ്രസ്താവിക്കുന്നത്. അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് പ്രസ്താവിക്കുന്നു. അപ്പോൾ ലോകസ്ഥാപനം മുതൽ ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, ലോകസ്ഥാപനം മുതൽ ഗൂഢമായിരിക്കുന്ന കാര്യങ്ങളാണ് ഉപമകളിലൂടെ കർത്താവ് ഇവിടെ പ്രസ്താവിച്ചത്. ഇനി ആ ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗം വരുന്ന മറ്റൊരു ഭാഗം അതേ അധ്യായം, അതേ മത്തായി സുവിശേഷം 23-ാം അധ്യായം, 13-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. 23-ാം അധ്യായത്തിലേക്ക് വരും. 23-ാം അധ്യായത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. മത്തായി 25-ന്റെ 34 രണ്ടാമത് നമുക്ക് ആ പ്രയോഗം കാണാം. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഈ ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം, സഹസ്രാബ്ദ രാജ്യം ഒരുക്കപ്പെട്ടത് എപ്പോഴാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ്. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു, ഫ്രം ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന് മുന്നമേ നിങ്ങളെ, സഭയെ അവനിൽ തിരഞ്ഞെടുത്തു. എന്നാൽ മത്തായി 25-ൽ തൻ്റെ ഒലിവുമല പ്രഭാഷണ സമയത്ത് കർത്താവ് ഈ സഹസ്രാബ്ദ രാജ്യത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ പിതാവിൻ്റെ രാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന നടത്തുകയാണ് തൻ്റെ വലത്തുള്ളവരോട്. വലത്തുള്ളവർ എന്ന് പറയുന്ന മഹാപീഡനകാലത്ത് യഹൂദ ജനത്തെ സഹായിച്ചതായിരിക്കുന്ന ആളുകളാണ്. അത് 40-ാം വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ ഈ സഹസ്രാബ്ദ രാജ്യം ഒരുക്കപ്പെട്ടത് ലോകസ്ഥാപനം മുതലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. ഈ സഹസ്രാബ്ദ രാജ്യവാഗ്ദത്തം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ, ആ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ നമുക്കറിയാം, ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ ഭൗമികമായി അക്ഷരീകമായി നിറവേറപ്പെടേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയും ലോകസ്ഥാപനം മുതൽ എന്ന് പറയുന്നത് സഹസ്രാബ്ദ രാജ്യത്തോട് ബന്ധപ്പെടുത്തിയാണ്. ഇനി 2 വാക്യങ്ങൾ കൂടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലും സഭയും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചു വരുമ്പോൾ, ചിന്തിച്ചു വരുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള 2 വാക്യങ്ങൾ കൂടെയുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിലാണ്. 13-ാം അധ്യായം 8-ാം വാക്യവും 17-ാം അധ്യായം 8-ാം വാക്യവും. വെളിപ്പാട് 13-ന്റെ 8ഉം 17-ന്റെ 8ഉം. ഈ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 13-ന്റെ 8-ൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. മൃഗത്തെ നമസ്കരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും. ഇവിടെ പലപ്പോഴും മലയാള പരിഭാഷയും ചില ഇംഗ്ലീഷ് പരിഭാഷകളും വായിക്കുമ്പോൾ കുഞ്ഞാട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടതാണ് എന്നൊരു ചിന്തയാണ് നമുക്ക് പ്രാഥമികമായി ഉണ്ടാകുക. കാരണം ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്നാണ് അവിടെ വായിക്കുന്നത്. ഒരിക്കലും കുഞ്ഞാട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു എന്നല്ല, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്ത ജാതികൾ. ഗ്രീക്ക് ടെക്സ്റ്റസ് റിസപ്റ്റസിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ, ഓതറൈസ്ഡ് വേർഷനൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലോകസ്ഥാപനം മുതൽ, അപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതിയിട്ടില്ലാത്ത ആളുകൾ. ഇനി ഇതേ ആശയം അല്പം കൂടെ വ്യക്തമാക്കിയിട്ട് വെളിപ്പാട് 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 17-ന്റെ 8 അവിടെ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും
ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ. അപ്പോൾ അവിടെ വളരെ വ്യക്തമാണ്, മുൻപ് പറഞ്ഞതായിരിക്കുന്ന 13-ാം അധ്യായത്തിൽ പറഞ്ഞ ആശയം വളരെ വ്യക്തമാണ്. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ സഭാംഗങ്ങളെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് ലോകസ്ഥാപനത്തിന് മുന്നമേ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ് സഭ. പുതിയ നിയമസഭ ലോകസ്ഥാപനത്തിന് മുന്നമേ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ്. എന്നാൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതുന്നതായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചും ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലും സഭയും തമ്മിലുള്ള ആ ഡിസ്റ്റിങ്ഷൻ, ആ വേർതിരിവ് വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് പ്രയോഗങ്ങളിലൂടെ, ലോകസ്ഥാപനത്തിന് മുന്നമേ എന്ന പ്രയോഗം അത് ദൈവസഭയോടുള്ള ബന്ധത്തിലും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ഉപയോഗിച്ചിരിക്കുമ്പോൾ, ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗം അത് ഇസ്രായേലിനോടും അതുപോലെ തന്നെ സഹസ്രാബ്ദ രാജ്യത്തോടുമൊക്കെ ബന്ധപ്പെടുത്തിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുന്നമേ, ലോകസ്ഥാപനം മുതൽ. അപ്പോൾ ഇസ്രായേലും സഭയും എന്ന വിഷയം പഠിക്കുമ്പോൾ പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഈ ഡിസ്റ്റിങ്ഷനാണ്, ഈ വേർതിരിവാണ്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പുതിയ നിയമസഭ എന്ന മർമ്മം. ഈ ഭാഗമാണ് നാം ഇതോട് ചേർത്ത് ചിന്തിക്കേണ്ടത്. പുതിയ നിയമസഭ ഒരു മർമ്മമാണ്. പുതിയ നിയമസഭയെ ഒരു മർമ്മം എന്ന നിലയിലാണ് നമുക്ക് തിരുവെടുത്ത് വെളിപ്പെടുത്തി തരുന്നത്. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ തുടർന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പഴയ നിയമം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമ താളുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടും എന്നുള്ള ധാരാളം പ്രവചനങ്ങളുണ്ട്. ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടും എന്നത് സംബന്ധിച്ച് ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം, ആവർത്തനം 28-37, യഹോവ നിന്നെ കൊണ്ടുപോകുന്ന സകല ജാതികളുടെയും ഇടയിൽ നീ സ്തംഭനത്തിനും പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയമായി തീരും. പാലസ്തീനിയൻ ഉടമ്പടിയെക്കുറിച്ച് പഠിച്ച സമയത്ത് ഈ ചിതറിക്കലിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പരാമർശിച്ചതാണ്. ഇവിടെ ഈ 28-37, ആവർത്തനം 28-37 ഈ ഭാഗത്ത് വളരെ വ്യക്തമാണ്, യഹോവ നിന്നെ കൊണ്ടുപോകുന്ന സകല ജാതികളുടെയും ഇടയിൽ. അപ്പോൾ സകല ജാതികളുടെയും ഇടയിലേക്ക് പരിഹാസ വിഷയമായി, പഴഞ്ചൊല്ലിന് ഹേതുവായി, പരിഹാസത്തിന് വിഷയമായി ഇവർ തീരുമെന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും, ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. അപ്പോൾ ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ജാതിക്ക് എരിവ് വരുത്തുവാനും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനും ദൈവം ജാതികളെ തൻ്റെ രക്ഷയുമായി സന്ദർശിക്കുമെന്ന് പഴയ നിയമതാളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ്രായേലിനെ എരിവുവരുത്തുവാൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ദൈവം ജാതികളെ തൻ്റെ രക്ഷയുമായി സന്ദർശിക്കും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ആവർത്തനം 32-21 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി. ദൈവം പറയുകയാണ്, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു, ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. അപ്പോൾ തൻ്റെ രക്ഷയുമായിട്ട് ദൈവം ജാതികളെ സന്ദർശിക്കും. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം 11:11 നമ്മളിങ്ങനെ വായിക്കുന്നു, അവർക്ക് എരിവ് വരുത്തുവാൻ, അതായത് ഇസ്രായേലിന് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അവരുടെ ലംഘനം ഹേതുവായിട്ട് ജാതികൾക്ക് രക്ഷ വന്നു. അപ്പോൾ ഇത് തന്നെയാണ് ആവർത്തനത്തിൽ നമ്മൾ വായിച്ചത്, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു, ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും. അപ്പോൾ ഈ നിലയിൽ ജാതികളെ സംബന്ധിച്ചും അവർക്ക് ലഭിക്കുവാൻ പോകുന്ന രക്ഷയെ സംബന്ധിച്ചും അനുഗ്രഹങ്ങൾ സംബന്ധിച്ചും ധാരാളം പഴയ നിയമ പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ സഭയെക്കുറിച്ചുള്ള, പുതിയ നിയമസഭയെക്കുറിച്ചുള്ള യാതൊരു പ്രവചനങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടും എന്ന പ്രവചനമുണ്ട്. ജാതികളുടെ ഇടയിലേക്ക് ദൈവം രക്ഷയുമായി വരും, സന്ദർശിക്കും എന്ന പ്രവചനങ്ങളുണ്ട്. ജാതികൾ അനുഗ്രഹിക്കപ്പെടും എന്നത് സംബന്ധിച്ച പ്രവചനങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം പ്രവചനങ്ങൾ ഉണ്ടായിരിക്കെ സഭയെക്കുറിച്ചുള്ള
പ്രവചനങ്ങൾ, യാതൊരു പ്രവചനങ്ങളും പഴയ നിയമതാളുകളിൽ ഇല്ല. കാരണം പഴയ നിയമകാലത്ത് സഭ എന്ന പുതിയ മനുഷ്യൻ ഒരു മാർമിക വിഷയമായിരുന്നു. പഴയ നിയമകാലത്ത് സഭ എന്ന പുതിയ മനുഷ്യൻ ഒരു മാർമിക വിഷയമായിരുന്നു. അപ്പോൾ ഈ മർമ്മം, പുതിയ നിയമസഭ എന്ന മർമ്മം, അല്ലെങ്കിൽ പുതിയ നിയമസഭയെ മർമ്മം എന്ന് വിളിക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്നത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ അതോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. ഈ മർമ്മം എന്ന വാക്ക് ഏകദേശം 27 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 20 പ്രാവശ്യവും അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ്. അതിൽ എഫേസ്യ ലേഖനത്തിൽ മാത്രം 6 പ്രാവശ്യം മർമ്മം എന്ന പദം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരിക്കലും നിഗൂഢമായത്, ദുർഗ്രഹമായത് എന്ന ആശയത്തിലല്ല പുതിയ നിയമത്തിൽ മർമ്മം അല്ലെങ്കിൽ മിസ്റ്റീരിയോൺ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പഴയ നിയമകാലത്ത് മറവായിരുന്നതും പുതിയ നിയമകാലത്ത് മാത്രം വെളിപ്പെട്ടു വന്നതുമായ ദൈവിക സത്യം എന്നാണ് മർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയ നിയമകാലത്ത് മറവായിരുന്നതും പുതിയ നിയമകാലത്ത് മാത്രം വെളിപ്പെട്ടു വന്നതും ആയ ദൈവിക സത്യങ്ങളാണ് മർമ്മങ്ങൾ. ഞാൻ അതിനാധാരമായിട്ട് ഒരു ഭാഗം, നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു ഭാഗം, റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, റോമർ 16-ന്റെ 24 മുതലുള്ള വാക്യങ്ങൾ, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാട് എന്നൊരു പ്രയോഗം റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നത്. അപ്പോൾ ഈ പഴയ നിയമകാലത്ത് സഭ മർമ്മമായിരുന്നു എന്ന് പറയുവാനുള്ള കാരണം സഭയെ സംബന്ധിക്കുന്ന 4 മർമ്മങ്ങളാണ്. അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 4 മർമ്മങ്ങളാണ്. സഭയെ സംബന്ധിച്ച് 4 മർമ്മങ്ങളാണ് സഭ പഴയ നിയമകാലത്ത് മറഞ്ഞിരുന്നതാണ്, മർമ്മമായിരുന്നു എന്ന് പറയുവാനുള്ള കാരണം. അതിൽ ഒന്നാമത്തേത്, സഭയെ സംബന്ധിച്ച 4 മർമ്മങ്ങളിൽ ഒന്നാമത്തേത് ഏക ശരീരത്തിൻ്റെ മർമ്മം. സഭയെ സംബന്ധിച്ച് നാം പുതിയ നിയമത്തിൽ കാണുന്ന മർമ്മങ്ങളിൽ ഒന്നാമത്തേത് ഏക ശരീരത്തിൻ്റെ മർമ്മം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഞാനൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. അപ്പോൾ ഇവിടെ ഈ 2 വാക്യങ്ങൾ, 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? അതായത് 4-ാം വാക്യത്തിൽ, എഫേസ്യർ 3-ന്റെ 4 ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം എന്നൊരു പ്രയോഗം നമുക്ക് കാണാം. എഫേസ്യർ 3-ന്റെ 4. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം എന്ന ഒരു പരാമർശം 4-ാം വാക്യത്തിൽ നടത്തിയിട്ടാണ് 5-ാമത്തെ വാക്യത്തിൽ ആ മർമ്മം അതെന്താണെന്ന് പറയുകയാണ്. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ, ആ മർമ്മം എന്താണ്? ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം. ആ മർമ്മം എന്താണ്? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. എന്താണ് മർമ്മം? ജാതികൾ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളായി തീരണം, ജാതികൾ ക്രിസ്തുവേശുവിൽ ഏകശരീരസ്ഥരായി തീരണം, ജാതികൾ ക്രിസ്തുവേശുവിൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരണം. അപ്പോൾ ഇവിടെ ഏക ശരീരം എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ ഏക ശരീരസ്ഥരായിട്ട് തീരും. അതായത് യഹൂദരും വിജാതീയരും സുവിശേഷത്താൽ ഒരൊറ്റ ശരീരമായിട്ട് തീരും. ജാതികൾ, യഹൂദന്മാർ, ഈ 2 കൂട്ടരും സുവിശേഷത്താൽ ഏക ശരീരമായി തീരും. ഈ ഏക ശരീരസ്ഥർ എന്ന ഈ ആശയം, ഈ പ്രയോഗം ഒരു മർമ്മമാണ്. സഭ എന്ന ഏക ശരീരം അതൊരു മർമ്മമാണെന്ന് പറയുവാനുള്ള കാരണം ഇതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, അവൻ വന്ന്
ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അപ്പോൾ ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ദൂരസ്ഥർ എന്ന് പറയുന്നത് വിജാതീയരെയാണ്, സമീപസ്ഥർ എന്ന് പറയുന്നത് ഇസ്രായേലരാണ്. അപ്പോൾ രണ്ടു കൂട്ടരോടും സമാധാനം സുവിശേഷിച്ചു. മാത്രമല്ല അതിൻ്റെ 15-16 വാക്യങ്ങൾ, എഫേസ്യർ 2:15-16 വാക്യങ്ങൾ വായിച്ചാൽ, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. ആ വാക്കുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരാമർശിച്ചതാണ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് യഹൂദനെയും വിജാതീയനെയും സുവിശേഷത്താൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു, ശത്രുത്വം ഇല്ലാതാക്കി, ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. അപ്പോൾ പുതുമനുഷ്യനെ സൃഷ്ടിച്ചു, ഒരു ഏക ശരീരത്തിൻ്റെ ജനനം, ഇതൊക്കെ നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ സഭ ഏക ശരീരം, ക്രിസ്തുവിൻ്റെ ജഡധാരണവും ക്രൂശുമരണവും കൂടാതെ ഈ പുതിയ മനുഷ്യൻ്റെ സൃഷ്ടി അസാധ്യമാണ്. ക്രിസ്തുവിൻ്റെ ജഡധാരണവും ക്രൂശുമരണവും കൂടാതെ ഈ ഏക ശരീരത്തിൻ്റെ ജനനം അസാധ്യമാണ്. അപ്പോൾ യഹൂദരും വിജാതീയരും സുവിശേഷത്താൽ ഒരു ശരീരമായി തീരും. ഇത് മർമ്മമാണ്. ഇങ്ങനെയൊരു ആശയം നമുക്ക് ഒരു നിലയിലും പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. 3-ാം അധ്യായം എഫേസ്യർ 3:9 വരുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം. എത്ര വ്യക്തമായിട്ടാണ് തിരുവെഴുത്ത് ഈ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നോക്കുക. പുതിയ നിയമസഭ മർമ്മമാണ് എന്ന് പറയുമ്പോൾ അത് പറയുവാനായിട്ട് 4 കാരണങ്ങൾ, അതായത് പുതിയ നിയമസഭ മർമ്മം എന്ന് പറയുമ്പോൾ സഭയെ സംബന്ധിച്ച 4 മർമ്മങ്ങൾ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഏക ശരീരം എന്ന മർമ്മമാണ്. ആ മർമ്മത്തെക്കുറിച്ച്, ആ ഏക ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇരുപക്ഷത്തെയും തന്നിൽ പുതുമനുഷ്യനാക്കി ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഏക ശരീരമാക്കി കർത്താവ് മാറ്റുകയാണ്. യഹൂദനും വിജാതീയനും സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ ഒരു പുതുമനുഷ്യൻ ഒരു ശരീരമായിട്ട് തീരുകയാണ്. ഇത് പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. ഇങ്ങനെ ഒരു ആശയം പഴയ നിയമത്തിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് സംബന്ധമായിട്ട് കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നൽകുവാൻ ആവശ്യമായിട്ടുണ്ട്. കാരണം ഇത് വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മിപ്പിച്ചു, ഈ അമിലേനിയലിസം, പോസ്റ്റ് ട്രിബുലേഷനിസം, അതുപോലെ തന്നെ പോസ്റ്റ് മിലേനിയലിസം, പ്രിട്ടറിസം, ഈ ഉപദേശങ്ങളൊക്കെ, വചനവിരുദ്ധമായ ഉപദേശങ്ങളൊക്കെ സ്ഥാപിക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നത് വചനത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനം, വിശേഷാൽ ഇസ്രായേലിനെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചുമുള്ള തെറ്റായ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് വളരെ വിശദമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടു, നമ്മോട് സംസാരിച്ചു. സഭയെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ തർക്കമില്ല. കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.